ചിലപ്പം ഈ വീഡിയോയിൽ സ്പോയിലർ ആവാനിടയുള്ള ഇതിന് നിങ്ങളൊരു സ്പോയിലറായിട്ട് കാണണമെന്നൊന്നും ഞാൻ പറയില്ല. ഈ സിനിമയിൽ എനിക്ക് പുകഴ്ത്താതിരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ എന്നെക്കൊണ്ടാവുന്ന വിധം ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ചില ആളുകൾക്ക് സ്പോയിലർ ആയേക്കാം. സിനിമ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഹലോ, ഹായ്, നമസ്കാരം. ഈ വീഡിയോയിൽ ഞാനൊരു സിനിമ പരിചയപ്പെടുത്തുകയാണ്. ഒരു ഗംഭീര സിനിമ അനുഭവമായിരുന്നു എനിക്ക്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ റീഗെയിൻ ചെയ്യാനോ റീസ്ട്രക്ചർ ചെയ്യാനോ ഉള്ള ഒരു യാത്രയിലാണ് എങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ അവോയ്ഡ് ചെയ്യാം. കാരണം നിങ്ങളുടെ ബാറ്റിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ചില സമയത്ത് ചില സിമിലാരിറ്റീസ്, ചില ട്രെയ്റ്റ്സ് നമ്മൾ മറ്റുള്ളവരിൽ കണ്ടാലും അത് നമ്മളെ ട്രിഗർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുൻനിർത്തിയാണ് പറയുന്നത്. നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് റീഗെയിൻ ചെയ്യാനോ റീസ്ട്രക്ചർ ചെയ്യാനുള്ള യാത്രയിലാണെങ്കിൽ യു ക്യാൻ അവോയ്ഡ് ദിസ്. സിനിമയുടെ പേര് അപ്പുറം എന്നാണ്. മനോരമ മാക്സിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. മനോരമ മാക്സിൽ ലാസ്റ്റ് ഞാൻ കണ്ട 2 സിനിമകളും അത് കൊടിയ സിനിമ അനുഭവം തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ താങ്ക് യു മനോരമ മാക്സ് എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. ജഗദീഷ്, അനഘ, മിനി IG 3 ഗംഭീര അഭിനയ പ്രതിഭകൾ. അവർ മാത്രമല്ല കേട്ടോ, ഈ സിനിമയിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് ചുമ്മാ ഒരു കണ്ണടയും വെച്ചിട്ട് ഇങ്ങനെ ഒരു കുട്ടിയിരിപ്പുണ്ട്. അവർ വരെ ക്യാരക്ടറായിട്ട് മാറുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ. നമുക്കൊരു ഗംഭീര സിനിമ എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? ഗംഭീരമായിട്ടുള്ളൊരു തിരക്കഥ വേണം. ഈ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാഴ്ചകൾ നമുക്ക് തരുന്ന ഒരു തിരക്കഥ, ഗംഭീര പ്രകടനങ്ങൾ, മനോഹരമായ ക്യാമറ വർക്ക്, ഹൃദയഹാരിയായ മ്യൂസിക്കൽ. എന്നുവെച്ചാൽ ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് ഡെലിവർ ചെയ്യുക. ഇതെല്ലാം കൂടി ചേർന്ന് ആ സിനിമ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഇത് അങ്ങനത്തെ ഒരു അനുഭവമാണ്. ഇന്ദുലക്ഷ്മിയാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ദുലക്ഷ്മിയും രവി ശ്രീധറും ബിജി ബാലും അപ്പു എൻ ഭട്ടതിരിയും രാകേഷ് ധരനും കൂടി ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. രാകേഷ് ധരനാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. അപ്പു എൻ ഭട്ടതിരി ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. ബിജി ബാൽ മ്യൂസിക് ചെയ്തിരിക്കുന്നു. P സാനുവാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജിതിൻ ജോസഫാണ് ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഒരു മനോഹാരിത എന്ന് വെച്ചാൽ ഒന്നിലും നമുക്കിതിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാം എന്ന് പറയുന്ന, ഒന്നാമത് ഈ തിരക്കഥ അങ്ങനെ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത തലവേദനകളൊന്നും തരുന്നത് പോലെയല്ല. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ തലയ്ക്കകത്ത് കയറുന്നതാണ്. അതിന് ഏറ്റവും നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. കഥ വളരെ സിമ്പിളാണ്. ജഗദീഷ് അവതരിപ്പിക്കുന്ന വേണുഗോപാൽ എന്ന് പറയുന്ന കഥാപാത്രം, മിനി IG അവതരിപ്പിക്കുന്ന ചിത്ര എന്ന് പറയുന്ന കഥാപാത്രം, അനഘ മായ രവി അവതരിപ്പിച്ചിട്ടുള്ള ജാനകി എന്ന് പറയുന്ന കഥാപാത്രം. ഈ വേണുഗോപാലിൻ്റെയും ചിത്രയുടെയും മകളാണ് ജാനകി. ചിത്രയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുകയാണ്. അവരുടെ കുട്ടിക്കാലം മുതലുള്ള ഒരുപാട് ട്രോമകൾ അവരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയൊക്കെ കാണുന്ന സമയത്താണ് ഈ ട്രോമ എന്നുള്ള വാക്ക്, ഡിപ്രഷൻ എന്നുള്ള വാക്കൊക്കെ വളരെ സില്ലി ആയിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ദേഷ്യമുണ്ടല്ലോ. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഏറ്റവും ഡീപ്പായിട്ടുള്ള പെയിനെയൊക്കെ അവഹേളിക്കുന്ന പോലെ ഇൻ്റർവ്യൂസിലും സിനിമകളിലൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഈ സിനിമ ഈ പറയുന്ന വാക്കുകളെയും കാര്യങ്ങളെയും അത്രയും സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരമ്മ, അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൗമാരക്കാരിയായിട്ടുള്ള മകൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ ഭർത്താവ്, അവരൊരുമിച്ചുള്ള ഏറ്റവും നല്ല നിമിഷങ്ങൾ ഓർത്തിരിക്കുന്ന, എത്ര മോശപ്പെട്ടൊരു മാനസികാവസ്ഥയിലേക്ക് പോയാലും അവളെ ഞാൻ ചേർത്ത് നിർത്തുമെന്ന് പറയുന്ന ആ ക്യാരക്ടർ, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ട്രെയിലർ പോലും കാണാതെയാണ് സിനിമ കണ്ടത്. 1 മണിക്കൂർ മാത്രമാണ് സിനിമയുടെ ദൈർഘ്യം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, സമയം മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ കാണണം. നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടു മറന്നിട്ടുള്ള മുഖങ്ങൾ, ജീവിതങ്ങൾ, അവർ പങ്കുവച്ചിട്ടുള്ള അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഒന്നാണ്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈനാണ്. സിനിമ തുടങ്ങുമ്പോൾ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അത് കടക്കുന്നത്. അവിടുന്ന് റിലേഷൻഷിപ്പുകളിലേക്ക്, ഇമോഷനുകളിലേക്ക്, അവിടുന്ന് പിന്നീട് അടിച്ചമർത്തലുകളിലേക്ക്. നമ്മൾ ഈ ജനറേഷണൽ ട്രോമ എന്നൊക്കെ പറയുമ്പോൾ ദളിതരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളത് പറയാറുണ്ട്. സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന അടിച്ചമർത്തലുകളെ പ്രതിരോധിച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടങ്ങളുണ്ടല്ലോ. ആ പോരാടാനുള്ള സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ഒരു കൗമാരക്കാരിയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അവൾ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥകൾ അത് അത്രയും ഭീകരമാണ്. ഈ പറയുന്ന ഓരോ സ്റ്റെപ്പിലൂടെയും സിനിമ കടന്നുപോയി അവിടേക്ക് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആസ് എ മൂവി, ഒരു സിനിമ സ്നേഹി, എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവ് ഡയലോഗുകളാണ്. എൻ്റെ മോനെ, ഹൃദയത്തിൽ നിന്നെടുത്ത് എഴുതുക എന്ന് പറയില്ലേ, അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള, അമ്മ മകളെ കെട്ടിപ്പിടിച്ചിട്ട് അവരുടെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് തിരിച്ചുപോയി എല്ലാം ഒന്ന് ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലേ ഇത്.
നമ്മളിൽ പലരും ആഗ്രഹിച്ചിരുന്നില്ലേ ഇത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ ഇത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് ഓരോ ഡയലോഗും. ഭർത്താവ് ഭാര്യയോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒറ്റയ്ക്കാക്കി പോയേക്കരുത് എന്ന് പറയുന്നതിൽ അവരുടെ എത്ര വർഷത്തെ പ്രണയത്തിൻ്റെ തിളക്കം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജഗദീഷ് ഏട്ടനൊക്കെ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. വെറുതെ എന്തിനാണ് കുറേ ഡയലോഗ് എല്ലാം പറഞ്ഞ് കാട് കയറിയൊക്കെ പോകുന്നത്. അങ്ങനെ കാട് കയറി പോകാനുള്ള ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും പോകാതെ വളരെ ക്രിസ്പായിട്ട് ക്ലിയറായിട്ട് ഉള്ളിക്കൊള്ളുന്ന പോലെ ഡയലോഗ്സ്. ഒരു മരണ വീട്ടിലേക്കൊക്കെ സിനിമ മാറുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയണ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും തിളച്ച എണ്ണയിൽ വാരിയിടാൻ തോന്നിപ്പോകുന്ന പോലത്തെ സീക്വൻസുകളാണ്. കാരണം നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ട്, ഇതിൽ പലതും അനുഭവിച്ചിട്ടുണ്ട്. അന്ന് റിയാക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് പോലും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന പോലെ അങ്ങനെ നമ്മളെ ഉള്ളിൽ തൊടുന്നുണ്ട് സിനിമ. ഇമോഷണൽ കണക്റ്റ്, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും മനസ്സിലാവും. നമ്മളും ഇവരിൽ ആരൊക്കെയാണെന്ന് തോന്നിക്കൊണ്ടേയിരിക്കും സിനിമ കാണുന്ന തുടങ്ങുന്ന ആ സമയം മുതൽ. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ മകളുടെ അവസ്ഥ എന്താണ്, അവൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഈ അച്ഛനൊരു നിസ്സംഗഭാവമാണോ പുള്ളി, അങ്ങനെയാണോ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷെ പിന്നീട് നമ്മൾ ആ കഥാപാത്രത്തിനെ അറിഞ്ഞു വരുമ്പോൾ അയാൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നു. ആ അമ്മയോട് നമുക്ക് ആദ്യമൊക്കെ സിനിമ തുടങ്ങുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് അല്ല പിന്നീട് അങ്ങോട്ട്. ആളുകളെ നമ്മളെ ഇങ്ങനെ മനസ്സിലാക്കിച്ച് തരിക എന്ന് പറയില്ലേ, അവരുടെ ഓരോരുത്തരുടെയും ഇമോഷനും അവരുടെ ടെൻഷനുകളും സങ്കടങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ആ അമ്മയൊക്കെ അവരങ്ങനെ ഇരുന്ന് സങ്കടം പറഞ്ഞപ്പോൾ അതൊരു ഭയങ്കര ഫീലാണ്. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ സ്ത്രീ അവരുടെ കുട്ടിക്കാലം മുതൽ അനുഭവിച്ച ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ അവർ തളയ്ക്കപ്പെട്ടിരുന്നത് ഏത് മൂലയ്ക്കായിരുന്നു ആ വീട്ടിൽ എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നത് പോലെ അങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പോസിറ്റീവ് മ്യൂസിക്കാണ്, ബിജിബാലാണ്. അത്ര മനോഹരമായിട്ട് ചില സമയത്ത് മ്യൂസിക്, അതായത് മ്യൂസിക് ഇൻവിസിബിളാണ്. നിങ്ങൾ ഈ സിനിമ കാണുന്ന അത്രയും സമയം നിങ്ങൾ മ്യൂസിക്കിനെ കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെ ബ്ലെൻഡായി പോകുന്നത് വെച്ചാൽ 1 മണിക്കൂറേ ഉള്ളൂ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ വേണമെങ്കിൽ മ്യൂസിക്കൊക്കെ ഇട്ട് ടിൻ 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 എന്നൊക്കെ പറഞ്ഞ് മ്യൂസിക് ഇട്ട് പോകാവുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു പാട്ട് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുത്തിക്കയറ്റാവുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഈ സിനിമയിലെ പല രംഗങ്ങളും അങ്ങനെ പലരും ചെയ്യാൻ സാധ്യതയുള്ളതൊക്കെയാണ്. പക്ഷേ എന്തൊരു കൈയടക്കത്തോടു കൂടിയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്, നമ്മൾ അറിയ പോലുമില്ല. ആൻഡ് എല്ലാം കഴിഞ്ഞാൽ ക്രെഡിറ്റ്സ് എഴുതി കാണിച്ചു തുടങ്ങുമ്പോൾ വരുന്നൊരു ഹമ്മിങ് ഉണ്ട്, നമ്മുടെ എവിടെയൊക്കെയോ കൊണ്ട് കയറി ഇറങ്ങി പോകുന്നത്. ബിജിപാൽ ഒരു മജീഷ്യനാണ് മാൻ. ആൻഡ് പെർഫോമേഴ്സ് അനഘ, ജഗദീഷ്, മിനി. എൻ്റെ മിൻചേച്ചി നിങ്ങളെവിടെയിരുന്നത്? നിങ്ങളെന്തൊരു പെർഫോമറാണ്. നിങ്ങളിങ്ങനെ മുന്നിലിരുത്തിയിട്ടുണ്ടല്ലോ, കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്ന അങ്ങനെ. അതായത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നു, എന്നിട്ട് കൈയടിക്കാൻ തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ പെർഫോമൻസ്. വാവ് മാൻ, ഇറ്റ്സ് എ വാവ്. അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നു അവർ സിനിമയിൽ. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അവിടെ അവരുണ്ടാക്കിയ ഇമ്പാക്റ്റ് ത്രൂ ഔട്ട് ദ മൂവി. അവരില്ലാത്ത ഫ്രെയിമിൽ പോലും നിങ്ങൾ അവരെ കാണും. അത് തിരക്കഥയുടെ ഒരു കഴിവും കൂടിയുണ്ട്. അവർ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അവരുടെ കുട്ടിക്കാലം കാണും, അവരുടെ യൗവനം കാണും, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ നഷ്ടങ്ങൾ, അവരുടെ പെയിൻ എല്ലാം നിങ്ങൾ അനുഭവിച്ചു പോകും. അതങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാൻ പാകത്തിന് അവർ മരുന്നിട്ട് വെക്കുന്ന പെർഫോമൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഗംഭീര പ്രകടനം എന്ന് പറഞ്ഞാൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. എൻ്റെ അനഘ മമ്മൂക്കയുടെ കാതലിൽ കണ്ടതാണ്. കുഞ്ഞു സീനുകളും ഡയലോഗുകളും ഒക്കെ വെച്ചിട്ട് അവർ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഞെട്ടിയതാണ്. ആലപ്പുഴ ജിംഖാനയിലേക്ക് വന്നപ്പോഴും അവർ ഗംഭീരമായിട്ട് ചെയ്തു. ഈ സിനിമയിലുണ്ടല്ലോ നമ്മൾ ഈ ആർട്ടിസ്റ്റിനെ കാണില്ല, നമ്മൾ ആ കുട്ടി അവരുടെ അവസ്ഥ എന്തായിരിക്കും. ഈ സിനിമയിൽ ഇതിൻ്റെ അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽസാണ്. ക്യാമറ വർക്ക് ഗംഭീരമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫ്രെയിം എടുത്ത് വെച്ചിട്ട് ആ ഫ്രെയിമിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് പോലെ. എന്ന് വെച്ചാൽ ഈ ഓടി നടന്ന് ക്യാമറ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലല്ല, നമുക്കിങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് വെച്ച് തരും. എന്നിട്ട് നമ്മൾ ആ സീൻ റീഡ് ചെയ്യാണ്. ആ സീനിലുള്ള ആക്ടേഴ്സിന് അവർക്ക് ആക്ട് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നുണ്ട്, അവരത് ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഗംഭീര വിഷ്വൽസ്. ഇതിൽ അമ്മയും മോളും വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒറ്റ ഷോട്ട് ഇങ്ങനെ വെച്ചേക്കുക. ഇവർ രണ്ടുപേരും മിണ്ടുന്നില്ല, നേരെ മുന്നിലേക്ക് നോക്കിയിരിക്കുക. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ഒരു സാധനമുണ്ട്. അവൾ തൊടാൻ ശ്രമിക്കുന്നു. അവൾ സാരമില്ല അമ്മ എന്ന് പറയുകയാണോ, അതോ അമ്മ എന്നോട് സംസാരിക്കുമെന്ന് പറയുകയാണോ, മോളെ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് അവർ പറയുകയാണോ, എനിക്കിത് മനസ്സിലാവുന്നില്ല മോളെ എന്ന് പറയുകയാണോ. അവരുടെ വിരലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഫ്രെയിമൊക്കെ കണ്ടപ്പം ഞാൻ എന്തൊരു വർക്കാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ പെർഫോമേഴ്സിന് സമയം കൊടുത്തു, അവർ ആ സമയത്തിന് മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ജഗദീഷ് ഏട്ടനെ കുറിച്ച് നമുക്ക് ഇനി പറയാൻ വാക്കുകളില്ല എന്ന് പറയുന്ന പോലെ എത്രയോ സിനിമകളിലായി നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു പെർഫോമറല്ല. ഈ സിനിമയിലും അങ്ങേരത്, ഇതിനകത്ത് പുള്ളിക്ക് ഇമോഷനൊന്നും കാണിച്ച് തകർക്കാനുള്ളതൊന്നുമില്ല. പക്ഷേ അമ്മ പോയി മോളേന്ന് ആ അച്ഛൻ വന്ന് പറയുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, ദാറ്റ്സ് ആ മനുഷ്യൻ അവിടെ ജീവിക്കുകയായിരുന്നു.
ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ പറയാൻ പറ്റാതിരുന്നു പോകുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവരത് പറയുന്ന അതിലെ വിറയൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ജഗദീഷ് ചേട്ടൻ സത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഐ ക്യാൻ അഷ്വർ യു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്ന ഒരു 1 hour. പക്ഷേ എനിക്കിതിനകത്തൊരു വലിയ നെഗറ്റീവായിട്ട് പറയാനുള്ളൊരു കാര്യം, മനോരമ മാക്സിലും മാത്രമല്ല യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി, എല്ലാത്തിലും എനിക്ക് നല്ല സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സിനിമയ്ക്ക് മാത്രം വോളിയം ഭയങ്കര കുറവാണ്. ഞാൻ പറയുന്നത് സൗണ്ട് കേൾക്കുന്നില്ലെന്നല്ല, സൗണ്ട് അവർ കേൾക്കുന്ന അത്രയും അതിൻ്റെ മിക്സിങ് പരിപാടികളൊക്കെ ഗംഭീരമായിട്ടാണ്. പക്ഷേ വോളിയം ഇല്ല. നമുക്കിത് ഓഡിയബിൾ ആവുക എന്ന് പറയില്ലേ, ഞാൻ ഫാനെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടിരിക്കേണ്ടി വന്നു. എനിക്ക് അത്രയും സൗണ്ട് കുറവായിട്ട് ഫീൽ ചെയ്തു. അത് മാത്രമാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഏറ്റവും നല്ലൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് ഈ സിനിമ കാണണം എന്ന് പറയുന്ന ഒരു സജഷൻ മാത്രമേ ഞാൻ ഇതിൽ വെക്കുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഈ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമോ. കമൻറ്റ്സും കൂടി വായിച്ചിട്ട് ഇത് കാണാൻ വേണ്ടിയൊന്ന് ചിലപ്പോൾ തീരുമാനിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കതൊരു പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.